ഹായ് ഓൾ, ടാലന്റ് അക്കാഡമിയുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 ജനുവരി 4-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ PDF ആയിട്ട് അവൈലബിൾ ആണ്. അതുകൂടാതെ ടാലന്റ് അക്കാഡമിയുടെ ഒഫീഷ്യൽ സൈറ്റിലും ടെലഗ്രാം ചാനലിലും നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഓടക്കുഴൽ അവാർഡ് 51ാമത് ഓടക്കുഴൽ അവാർഡ് 2021 ലഭിച്ചത് ആർക്ക്? സാറ ജോസഫിനാണ് 51ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഓർമ്മയിലിരിക്കുക, സാറ ജോസഫ്. ഏത് നോവലിനാണ് സാറ ജോസഫിനെ ഈ അവാർഡിന് അർഹയാക്കിയത്? ബുധിനി എന്ന നോവലാണ് സാറ ജോസഫിനെ ഓടക്കുഴൽ അവാർഡിന് അർഹയാക്കിയത്. പുരസ്കാര തുക 30,000 രൂപയാണ്. ഓടക്കുഴൽ അവാർഡിന്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 30,000 രൂപയാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തു, 51ാമത് ഓടക്കുഴൽ അവാർഡാണ്. കഴിഞ്ഞ 2 വർഷമായി ഓടക്കുഴൽ അവാർഡ് നൽകിയിരുന്നില്ല. ഇതിന് മുൻപുള്ളത് 2019 അവാർഡാണ്. N പ്രഭാകറിനായിരുന്നു ഈ ഒരു അവാർഡ്. കോവിഡ് പ്രതിസന്ധി മൂലം കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഓടക്കുഴൽ അവാർഡ് നൽകിയിരുന്നില്ല. അപ്പോൾ സാറ ജോസഫാണ് ഈ ഒരു അവാർഡിന് അർഹയായത് എന്ന് പറഞ്ഞു. സാറ ജോസഫിന് ഇതിനു മുൻപ് എന്തൊക്കെ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഇവ രണ്ടും സാറ ജോസഫിന് ലഭിച്ചത് അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിക്കാണ്. അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഇവ രണ്ടും ലഭിച്ചു. അപ്പോൾ ഓർക്കുക, ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ബുധിനി എന്ന കൃതിക്കാണ്. ഈ 2 അവാർഡുകളും ലഭിച്ചത് അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിക്കാണ്. അപ്പോൾ ഈ ഒരു അവാർഡ്, ഓടക്കുഴൽ എന്ന് പറയുന്നത് G ശങ്കരക്കുറുപ്പിന്റെ വളരെ പ്രസിദ്ധമായ ഒരു കൃതിയാണ്. അപ്പോൾ ഈ G ശങ്കരക്കുറുപ്പിന്റെ ഓർമ്മയ്ക്ക് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഒരു അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. G ശങ്കരക്കുറുപ്പിന്റെ ഓർമ്മയ്ക്ക് ആരാണ് അവാർഡ് നൽകുന്നത്? ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. പുരസ്കാര തുക എത്ര രൂപ? 30,000 രൂപയാണ് പുരസ്കാര തുക. ജിയുടെ 44ാം വാർഷിക ദിനമായ ഫെബ്രുവരി 2-ന്, ജിയുടെ 44ാം വാർഷിക ദിനമായ ഫെബ്രുവരി 2-ന് ഡോക്ടർ M ലീലാവതിയാണ് ഈ അവാർഡ് ആർക്ക് കൊടുക്കുന്നത്? സാറ ജോസഫിന്. ഈ അവാർഡ് ഡോക്ടർ M ലീലാവതി സാറ ജോസഫിന് പുരസ്കാരം നൽകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, 2019 ഈ അവാർഡ് ലഭിച്ചത് N പ്രഭാകർ, മായാമനുഷ്യർ എന്നതിന് N പ്രഭാകറിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? ഈ അവാർഡ് ആരുടെ ഓർമ്മയ്ക്കുള്ളത്? G ശങ്കരക്കുറുപ്പിന്റെ ഓർമ്മയ്ക്കുള്ളത്. ഈ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ്. ഈ വർഷം 51ാമത് അവാർഡാണ്. കഴിഞ്ഞ 2 വർഷം കോവിഡ് പ്രതിസന്ധി കാരണം ഈ ഒരു അവാർഡ് നൽകിയിരുന്നില്ല. ഈ വർഷം സാറ ജോസഫിന് ബുധിനി എന്ന നോവലിന് അവാർഡ് ലഭിക്കുന്നു. ഈ അവാർഡ് നൽകുന്നത് ഡോക്ടർ M ലീലാവതി. അപ്പോൾ ഡോക്ടർ M ലീലാവതിനെ പറ്റി നമുക്ക് 2-3 ഫാക്ട് വേണമെങ്കിൽ നോക്കാം. 2019, 20, 21. 2019 ഡോക്ടർ M ലീലാവതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. 2020 ഡോക്ടർ M ലീലാവതിക്ക് ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചു. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു. അപ്പൊ നമ്മൾ ഡോക്ടർ M ലീലാവതിയാണ് ഈ അവാർഡ് നൽകുന്നത് എന്നുള്ളത് കൊണ്ട് M ലീലാവതിയെ കണക്ട് ചെയ്ത് നമ്മൾ കുറച്ച് ഫാക്റ്റുകളും കൂടെ പഠിച്ചു. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. മുസീറിസ് 2022 ജനുവരിയിൽ കൊച്ചി വാട്ടർ മെട്രോ പ്രൊജക്ടിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ എന്നുള്ളത് ഓർക്കുക, കേരളത്തിലെ ആദ്യ ബാറ്ററി പവേർഡ് ഇലക്ട്രിക് ബോട്ടാണ് മുസീറിസ്. 2022 ജനുവരിയിൽ കൊച്ചി വാട്ടർ മെട്രോ പ്രൊജക്ടിനു വേണ്ടി, കൊച്ചി വാട്ടർ മെട്രോ പ്രൊജക്ടിനു വേണ്ടി നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ ബാറ്ററി പവേർഡ് ഇലക്ട്രിക് ബോട്ടാണ് മുസീറിസ്. 747 കോടി രൂപയുടെ ഈ പ്രൊജക്ടിനു വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച 23 ബോട്ടുകളിൽ ഒന്നാണ് മുസീറിസ്. 23 ബോട്ടുകളിൽ ഒന്നാണ്. അപ്പൊ ഇതൊരു വലിയ പ്രൊജക്ടിന്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. 100 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നതാണ് മുസീറിസിന്റെ പ്രത്യേകത. വേൾഡ്സ് ഫസ്റ്റ്, കേരളത്തിലെ ആദ്യ എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. വേൾഡ്സ് ഫസ്റ്റ് ബാറ്ററി കൺട്രോൾഡ്, അതായത് ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന
സെൻട്രൽ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇൻ എ ലാർജ് ഫ്ലീറ്റ്. അതായത് ഒരു വലിയ കപ്പലിന്റെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഇന്റഗ്രേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉള്ള, സെൻട്രലി കൺട്രോൾഡ് ഇന്റഗ്രേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉള്ള, അത് ബാറ്ററിയിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ കപ്പൽ എന്ന് പറയുന്നത് ലോകത്തിൽ ആദ്യമാണ്. അത് മുസീരിസ് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്? 2022 ജനുവരിയിൽ കൊച്ചി വാട്ടർ മെട്രോ പ്രൊജക്ടിന് വേണ്ടി, ഏത് പ്രൊജക്ടിന് വേണ്ടി? കൊച്ചി വാട്ടർ മെട്രോ പ്രൊജക്ടിന് വേണ്ടി കേരളത്തിലെ ആദ്യ ബാറ്ററി പവർഡ് ഇലക്ട്രിക് ബോട്ടാണ് മുസീരിസ് എന്ന് പറഞ്ഞു. ഇത് ഏത് പ്രൊജക്ടിന്റെ കീഴിൽ വരുന്നു എന്ന് പറഞ്ഞു. എത്രയാണ് ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞു. ഇതിന്റെ കൂടെ എത്ര ബാക്കി പ്രൊജക്റ്റുകൾ, ബാക്കി ബോട്ടുകൾ ഉണ്ട് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലോകത്തിലെ തന്നെ ആദ്യ സെൻട്രലി ഇന്റഗ്രേറ്റഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആണെന്ന് പറഞ്ഞു. ഒരു വലിയ കപ്പലിന്റെ ബേസിസിൽ അത് ബാറ്ററി കൺട്രോൾഡ് ആണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. 100 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളുന്നു എന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. 2022 ജനുവരിയിൽ എന്ത് സംഭവിച്ചു? കേരളം വാർത്തയിൽ വന്നു. എന്നാണ് കാര്യം? നഗരസഭകൾ പിരിക്കുന്ന തൊഴിൽ നികുതി, അതായത് പ്രൊഫഷണൽ ടാസ്ക് ഓൺലൈനായിട്ട് പേ ചെയ്യാൻ പറ്റുന്ന, ഓൺലൈനായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു പോർട്ടൽ നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? കേരളം. അതാണ് കേരളം വാർത്തയിൽ ഉണ്ടാവാനുള്ള കാരണം. അപ്പൊ നമുക്കറിയാം, പ്രൊഫഷണൽ ടാസ്ക് എന്ന് പറയുന്നത് നഗരസഭ പിരിക്കുന്ന തൊഴിൽ നികുതി. ഈ നികുതി ഓൺലൈനായിട്ട് പേ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വേണ്ടി ഒരു പോർട്ടൽ കൊണ്ടുവന്നത് കേരളമാണ്. എല്ലാ സർക്കാർ സേവനങ്ങളും ഓൺലൈൻ ആക്കുന്നത് വഴി അഴിമതിരഹിതമായ ഒരു കേരളം സൃഷ്ടിക്കുക എന്ന പ്രോജക്റ്റ്, എന്ന പദ്ധതി, എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളം മുമ്പോട്ട് കൊണ്ടുവന്ന പദ്ധതിയുടെ ഭാഗമാണ് എന്ത്? ഈ ഒരു പ്രൊഫഷണൽ ടാക്സ് ഓൺലൈനായിട്ട് പേ ചെയ്യുന്നത്. എല്ലാ ഓഫീസുകളിലും എല്ലാ ട്രാൻസാക്ഷനുകളും ഓൺലൈൻ ആക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണം? ട്രാൻസ്പെറൻസി ഇൻക്രീസ് ചെയ്യുന്നു, ഗുഡ് ഗവേണൻസ് ഉണ്ടാകുന്നു. സോ അതിനുവേണ്ടി, അഴിമതി രഹിതമാക്കാൻ വേണ്ടി, കറപ്ഷൻ കുറയ്ക്കാൻ വേണ്ടി കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു പദ്ധതി കൂടെയാണ് ഈ ഒരു പ്രൊഫഷണൽ ടാക്സ് ഓൺലൈനായിട്ട് പേ ചെയ്യുന്ന ഈ പദ്ധതി. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തതായി 2022 ജനുവരിയിൽ പശ്ചിമഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2 പുതിയ പ്ലാൻ സ്പീഷീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫെംബ്രിസ്റ്റൈലിസ് സുനീലി, നാനോനോട്ടസ് പ്രബോയി. അപ്പൊ ഈ സുനീലി എന്ന പേര് ഒരു പ്ലാന്റ് ടാക്സോണമിസ്റ്റ് ആയ സുനിൽ എന്ന ആളോടുള്ള ബഹുമാന സൂചകമായിട്ടുള്ളതാണ്. ഫെംബ്രിസ്റ്റൈലിസ് സുനീലി, നിയോനോട്ടസ് പ്രബോയി. ഇത് രണ്ടും എവിടെ കാണപ്പെട്ടു? ഒരു സസ്യത്തിനെ, ഒരു പുതിയ സസ്യം അല്ലെങ്കിൽ ഒരു പുതിയ മൃഗം, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ന്യൂസിൽ വരുമ്പോൾ അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ 2 സസ്യങ്ങളും എവിടെ കാണപ്പെട്ടു എന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പശ്ചിമഘട്ടത്തിലാണ് കാണപ്പെട്ടത്. പശ്ചിമഘട്ടത്തിൽ എവിടെ? തിരുവനന്തപുരം, വയനാട് ജില്ലകളിൽ നിന്നുമാണ് ഈ 2 സ്പീഷീസിനെ കണ്ടുകിട്ടിയിട്ടുള്ളത്. പൊന്മുടി മലനിരകളിൽ കാണപ്പെട്ടതാണ് ഫെംബ്രിസ്റ്റൈലിസ് സുനീലി. പൊന്മുടി മലനിരകളിൽ നിന്നാണ് ഫെംബ്രിസ്റ്റൈലിസ് സുനീലിയെ കിട്ടിയത്. ചെമ്പ്ര കൊടുമുടിയിൽ നിന്നുമാണ് നിയോനോട്ടിസ് പ്രബുയിനെ കിട്ടിയത്. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവനന്തപുരം പൊന്മുടി മലനിരകളിൽ നിന്ന് കിട്ടിയത് ഫെംബ്രിസ്റ്റൈലിസ് സുനീലി. അതേപോലെ തന്നെ വയനാട് ചെമ്പ്ര കൊടുമുടി, ചെമ്പ്ര പീക്കിൽ നിന്ന് കിട്ടിയത് നിയോനോട്ടിസ് പ്രബുയി. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും IUCN സ്റ്റാറ്റസ്, നമ്മൾ കഴിഞ്ഞ ദിവസം 2 മൃഗങ്ങളുടെ IUCN സ്റ്റാറ്റസ് ഡിസ്കസ് ചെയ്തിരുന്നു. IUCN സ്റ്റാറ്റസ്, ഇതുപോലെ ഒരു സ്പീഷീസ്, പ്ലാന്റ് സ്പീഷീസ് ആയിക്കോട്ടെ, ആനിമൽ സ്പീഷീസ് ആയിക്കോട്ടെ, ന്യൂസിൽ വരുന്ന സമയത്ത് അതിന്റെ IUCN സ്റ്റാറ്റസ് മാക്സിമം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഡേറ്റ ഡെഫിഷ്യന്റ് എന്നുള്ളതാണ് IUCN സ്റ്റാറ്റസ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? 2022 ജനുവരിയിൽ എവിടെ കാണപ്പെട്ടു? പശ്ചിമഘട്ടത്തിൽ 2 പുതിയ ഇനം സസ്യങ്ങൾ കണ്ടുപിടിച്ചു. അതിലൊന്ന് ഫെംബ്രിസ്റ്റൈലിസ് സുനീലി എന്ന് പറഞ്ഞു, ഒന്ന് നിയോനോട്ടിസ് പ്രബുയി ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. തിരുവനന്തപുരം, വയനാട് ജില്ലകളിൽ നിന്നാണ് ഇവയെ കണ്ടെത്തിയത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പൊന്മുടി മലനിരകളിൽ നിന്നും കണ്ടുപിടിച്ചത് ഫെംബ്രിസ്റ്റൈലിസ് സുനീലിയും അതേപോലെ തന്നെ ചെമ്പ്ര കൊടുമുടിയിൽ നിന്നും കണ്ടുപിടിച്ചത് നിയോനാട്ടിസ് പ്രബുയിയും ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിന്റെ രണ്ടിന്റെയും IUCN സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഡേറ്റ ഡെഫിഷ്യന്റ് ആണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. അടുത്തതായിട്ട് ദേശീയ തലത്തിലുള്ള ഒരു പരിപാടിയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ദേശീയ തലത്തിലുള്ള ഒരു പ്രോഗ്രാമിന് കേരളത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കണം. കേന്ദ്ര പൊതുവിദ്യാഭ്യാസ വകുപ്പ് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന കലാ ഉത്സവ് 2022 വേദിയാവുന്നത് കോഴിക്കോട്.
കേന്ദ്ര പൊതുവിദ്യാഭ്യാസ വകുപ്പ് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന കലാ ഉത്സവ് 2022ന്റെ വേദി കോഴിക്കോടാണ്. അപ്പം മത്സരങ്ങൾ കോവിഡ് ആയതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ പൂർണ്ണമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കുന്നത് സമഗ്ര ശിക്ഷ കേരളയുടെ കീഴിലാണ്. സമഗ്ര ശിക്ഷ കേരളയുടെ കീഴിലാണ് ഈ ഒരു പ്രോഗ്രാം കേരളത്തിൽ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇത് കേന്ദ്ര പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് നടത്തുന്നത് അല്ലേ. ഇതിന്റെ പേര് കലാ ഉത്സവ് 2022 എന്നാണ്. കോഴിക്കോടാണ് വേദി. ഇത് നടത്തുന്നത് എന്തിന്റെ കീഴിലാണ്? സമഗ്ര ശിക്ഷ കേരളയുടെ കീഴിലാണ് ഇത് കേരളത്തിൽ കോഴിക്കോട് സംഘടിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തതായി 2022 ജനുവരിയിൽ കോവിഡാനന്തര കേരളത്തിന്റെ കോവിഡിനു ശേഷം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തകർച്ച നേരിടുന്ന വ്യാവസായിക മേഖലയാണ്. അപ്പോൾ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തകർച്ച നേരിടുന്ന വ്യാവസായിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുക എന്നതാണ്. രണ്ടാമത്, ഇന്ത്യയും കേരളവും ഒരുപോലെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ആണ്. അതുകൊണ്ട് കോവിഡിന്റെ സമയത്ത് ജോലി നഷ്ടപ്പെട്ട അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതർക്ക് തൊഴിൽ കൊടുക്കുവാൻ വേണ്ടിയും നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒരു വില്ലേജ് ഒരു വ്യവസായം എന്ന സംരംഭം. ഒരു വില്ലേജിൽ ഒരു വ്യവസായം എന്ന സംരംഭം. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ രണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. കോവിഡാനന്തര കേരളത്തിൽ തകർച്ച നേരിടുന്ന വ്യാവസായിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അതിനെ മുകളിലേക്ക് കൊണ്ടുവരികയും അതേപോലെ തന്നെ കോവിഡിന്റെ സമയത്ത് തൊഴിൽ നഷ്ടപ്പെട്ട തൊഴിൽ രഹിതർക്ക്, അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതർക്ക് തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയും കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഒരു വില്ലേജിൽ ഒരു വ്യവസായം സംരംഭം. അപ്പൊ ഇത് എന്തിന്റെ ഭാഗമായിട്ട്, എന്തിന്റെ കീഴിലാണ് നടത്തുന്നത്? എൻ്റെ ഗ്രാമം എന്ന ഒരു പദ്ധതി, ഒരു പേരന്റ് ഇനിഷ്യേറ്റീവിന്റെ കീഴിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി ഖാദി വ്യവസായ ബോർഡിന്റെ കീഴിലുള്ളതാണ്. അപ്പൊ ഈ ഖാദി വ്യവസായ ബോർഡിന്റെ കീഴിലുള്ള എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടി 25% മുതൽ 45% വരെ, ഓർക്കുക 25% മുതൽ 45% വരെ ചെറുകിട വ്യവസായങ്ങൾക്ക് ലോൺ നൽകാനുള്ള ഒരു പദ്ധതിയാണ് എൻ്റെ ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻ്റെ ഗ്രാമം എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ് ഒരു വില്ലേജിൽ ഒരു വ്യവസായം എന്ന് പറയുന്ന സംരംഭം. ഈ സംരംഭത്തിന് ലക്ഷ്യം 2 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. 2022 ജനുവരിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വായനയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കുട്ടികളെ മുൻപോട്ട് കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി ആരംഭിച്ച പദ്ധതി 100 ദിവസത്തെ വായനാ ക്യാമ്പയിനാണ് പഠേ ഭാരത് എന്ന് പറയുന്നത്. 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു 100 ദിവസത്തെ വായനാ ക്യാമ്പയിനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മാതൃഭാഷയ്ക്കും പ്രാദേശിക ഭാഷയ്ക്കുമാണ് ഈ ഒരു പദ്ധതിയുടെ കീഴിൽ. അപ്പോൾ ഇന്ത്യയിലെ പല റീജിയണൽ ലാംഗ്വേജസും ഇന്ന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രാദേശിക ഭാഷകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പഠേ ഭാരത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടനുബന്ധിച്ച് ഫെബ്രുവരി 21 അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനവും ഇതേ ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഈ പഠേ ഭാരത് എന്ന് പറയുന്ന 100 ദിവസത്തെ റീഡിംഗ് ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? പഠേ ഭാരത് എന്ന് പറയുന്നത് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള 100 ദിവസത്തെ ഒരു വായനാ ക്യാമ്പയിൻ ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് മാതൃഭാഷയ്ക്കും റീജിയണൽ ലാംഗ്വേജസിനുമാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനം ഇതേ ദിവസം തന്നെ ഇതിനോടനുബന്ധിച്ച്, ഈ ഒരു പദ്ധതിയോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്തു. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തതായി നോക്കാം, 2022 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡ് എവിടെയാണ്? സൗത്ത് ലഡാക്കിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡ് നിലവിൽ വരുന്നത്. അപ്പോൾ ഓർക്കുക, ഇന്ത്യയിലെ ഏറ്റവും അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കോ കേരളത്തിനോ ഇമ്പോർട്ടൻസ് വരുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ വെയിറ്റേജ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് 2022 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. എന്ത്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡ്. അതെവിടെയാണ്? സൗത്ത് ലഡാക്കിലാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ റോഡ് എന്തിനെയൊക്കെ കണക്ട് ചെയ്യുന്നു എന്ന് നോക്കാം. ചിംസ്യുമുൾ
ആൻഡ് ഡെംചോക്ക്. ചിംസ്യൂമിളിനെയും ഡെംചോക്കിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ഉംലിംഗ്ല പാസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ എന്തിനെയൊക്കെ കണക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏത് പാസിലൂടെയാണ് കണക്ട് ചെയ്യുന്നത്, ഏത് പാസിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു. പാസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. സൗത്ത് ലഡാക്ക് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് പാസുകൾ, ഇപ്പൊ ലഡാക്ക് സിയാച്ചിൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് പാസുകൾ വരും. അപ്പൊ ന്യൂസിലുള്ള പാസുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. അപ്പം ഉംലിംഗ്ല പാസിലൂടെ കടന്നു പോകുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ റോഡ്. ഓർക്കുക. അപ്പോൾ ഈ ഒരു റോഡ് എന്ന് പറയുന്നത് ഏത് പ്രൊജക്ടിന്റെ കീഴിലാണ് വരുന്നത്? പ്രൊജക്ട് ഹിമാൻക്. പ്രൊജക്ട് ഹിമാൻക് എന്ന് പറയുന്നത് ആക്ച്വലി സിയാച്ചിനിലെ അല്ലെങ്കിൽ ലഡാക്കിലെ ഒക്കെ കമ്മ്യൂണിക്കേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും, ആശയവിനിമയം എപ്പോഴും സുതാര്യമായി നടക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, അപ്പൊ ലക്ഷ്യം എന്ന് പറയുന്നത് ആശയവിനിമയമാണ്. കമ്മ്യൂണിക്കേഷൻ സുതാര്യമായി നടക്കുക, സിയാച്ചിനിലെയും ലഡാക്കിലെയും കമ്മ്യൂണിക്കേഷൻ സുതാര്യമായി നടക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ പ്രോജക്റ്റ് ഹിമാൻക്. അപ്പോൾ ഈ പ്രോജക്റ്റിന്റെ കീഴിലാണ് ഈ സൗത്ത് ലഡാക്കിലെ ഈ ഒരു റോഡ് നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. എവിടെയാണ് ഇത് എന്നും ഓർക്കുക. ഏത് പ്രൊജക്റ്റിന്റെ കീഴിലാണ് ഇതിന്റെ നിർമ്മാണം വരുന്നത് എന്നും ഓർക്കുക. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അടുത്തതായി ഡ്രാഫ്റ്റ് നാഷണൽ എയർ സ്പോർട്സ് പോളിസി വാർത്തയിലുണ്ട്. എയർ സ്പോർട്സിന്റെ ഗവേണൻസ്, അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ നടപ്പിലാക്കാനായിട്ട് ഒരു അപ്പെക്സ് ബോഡി കൊണ്ടുവരിക, ഒരു 2 ടയർ സ്ട്രക്ചർ ഉള്ള ഒരു അപ്പെക്സ് ബോഡി കൊണ്ടുവരിക. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ് ഈ ഒരു പോളിസി. അപ്പൊ നമ്മൾ എന്തിനു വേണ്ടി, അതായത് ഇങ്ങനൊരു സംഭവം നിലവിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും, അതിപ്പോ ടൂറിസം മേഖലയിലാണെങ്കിലും എല്ലാ മേഖലകളിലും ഇംപ്രൂവ്മെന്റ്സ് എന്തൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് ഈ ഒരു സൈഡിലൂടെ നോക്കാം. 2022 ജനുവരിയിൽ എയർ സ്പോർട്സിന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വേണ്ടി, എയർ സ്പോർട്സിന്റെ അഡ്മിനിസ്ട്രേഷൻ സെപ്പറേറ്റ് ആയിട്ട് കൂടുതൽ എഫക്റ്റീവായിട്ട് നടത്താൻ വേണ്ടി മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിൽ കൊണ്ടുവരുന്ന ഒരു 2 ടയർ ഭരണഘടനാ സംവിധാനമാണ് നാഷണൽ എയർ സ്പോർട്സ് പോളിസി. ആ ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി, അങ്ങനെ ഒരു അപ്പെക്സ് ബോഡി കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പോളിസിയാണ് ഈ നാഷണൽ എയർ സ്പോർട്സ് പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഷണൽ എയർ സ്പോർട്സ് പോളിസിയെ നയിക്കുന്ന, അതായത് ഈ ഒരു പോളിസിയുടെ കീഴിൽ ഈ ഒരു എയർ സ്പോർട്സിനെ നയിക്കാൻ വേണ്ടി, എയർ സ്പോർട്സിന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി കൊണ്ടുവരണം എന്ന് പറയുന്ന ഭരണസമിതി എയർ സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, എയർ സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇങ്ങനെ ഒരു പോളിസി വന്നു കഴിഞ്ഞാൽ ഭരണസമിതി എന്ന് പറയുന്നത് എയർ സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഓർക്കുക. അപ്പോൾ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന് കീഴിലുള്ള സ്വയംഭരണ അധികാര അവകാശമുള്ള ഒരു സംഘടനയാണ് എന്ത്? എയർ സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന് കീഴിലുള്ള സ്വയംഭരണ അധികാരമുള്ള ഒരു സംഘടനയാണ് എയർ സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ എയർ സ്പോർട്സിനകത്തിൽ ഉൾക്കൊള്ളുന്ന സ്പോർട്സുകൾ എന്തൊക്കെയാണ്? എയറോബാറ്റിക്സ് ഉണ്ട്, എയറോ മോഡലിംഗ് ഉണ്ട്, ഗ്ലൈഡിംഗ്, സ്കൈ ഡൈവിംഗ്, ഇവയൊക്കെ ആക്ച്വലി ഈ എയർ സ്പോർട്സിനകത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങളാണ് എയർ സ്പോർട്സിന്റെ നടത്തിപ്പിന് വേണ്ടി, കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബോഡി കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഈ ഒരു ബോഡി കൊണ്ടുവരുന്നത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലാണെന്ന് പറഞ്ഞു. ഇതിന്റെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ഓട്ടോണമസ് ബോഡിയാണെന്ന് പറഞ്ഞു. ആ ഓട്ടോണമസ് ബോഡിയാണ് എയർ സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത് ഈ എയർ സ്പോർട്സ് എന്ന് പറയുന്നതിനകത്തിൽ എന്തൊക്കെ ടൈപ്പ് സ്പോർട്സ് ഇൻക്ലൂഡ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തതായി കൊറോണ ഗാർഡ്. കൊറോണയ്ക്കെതിരെയുള്ള ഒരു ഗാർഡ്, അതൊരു പ്രതിരോധമാണ് എന്ന് മനസ്സിലായി. ഇതൊരു മിഠായിയാണ്. 2022 ജനുവരിയിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉപയോഗിക്കാൻ അനുയോജ്യമായ ഒരു മിഠായി, കോവിഡ് പ്രതിരോധത്തിന് വേണ്ടിയുള്ള ഒരു മിഠായി. അപ്പൊ ഈ ഒരു മിഠായി കുട്ടികൾക്ക് ഉപയോഗിക്കാം എന്നതുകൊണ്ട് തന്നെ പാർശ്വഫലങ്ങളില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇനി ഇത് വികസിപ്പിച്ചെടുത്തത് ആരാണ്? പൂനെ ഇന്ററാക്റ്റീവ് റിസർച്ച് സ്കൂൾ ഫോർ ഹെൽത്ത് അഫയേഴ്സ് ആണ് ഈ ഒരു മിഠായി വികസിപ്പിച്ചെടുത്തത്. കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഈ ഒരു കോവിഡ് ഗാർഡ് വികസിപ്പിച്ചെടുത്തത് പൂനെ ഇന്ററാക്റ്റീവ് റിസർച്ച് സ്കൂൾ ഫോർ ഹെൽത്ത് സയൻസ് ആണ്. കോവിഡ് വകഭേദങ്ങൾക്കെതിരെ 98.4% വരെ ഈ ഒരു മിഠായി എന്ന് പറയുന്നത് എഫക്റ്റീവ് ആണ് എന്നാണ് റിപ്പോർട്ട്. അടുത്തതായി ലോസർ ഫെസ്റ്റിവൽ വാർത്തയിലുണ്ടായിരുന്നു. അപ്പൊ ലോസർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് പുതുവർഷമാണ്. ആരുടെ പുതുവർഷം? ലഡാക്കിലെ പരമ്പരാഗത പുതുവർഷമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് ഈ ലോസർ ഫെസ്റ്റിവൽ. ഇത് ടിബറ്റിലെ ബുദ്ധമതക്കാരുടെ ഫെസ്റ്റിവൽ ആണ്. അപ്പൊ ഈ 2 ഫാക്ട് ഓർത്തിരിക്കുക. ടിബറ്റിലെ ബുദ്ധമതക്കാരുടെ ഫെസ്റ്റിവൽ ആണ്, ഇത് ലഡാക്കിലെ പരമ്പരാഗത ന്യൂ ഇയർ ആണ്, പുതുവത്സരമാണ് ലോസർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. 2022 ജനുവരിയിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച പാകിസ്ഥാൻ ഓൾറൗണ്ടർ മുഹമ്മദ് ഹഫീസ്.
2022 ജനുവരിയിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച പാകിസ്ഥാൻ ഓൾറൗണ്ടർ മുഹമ്മദ് ഹഫീസ് ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ഇന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ചോദ്യം, 2022 ജനുവരിയിൽ ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ കടലാസുരഹിത സ്മാർട്ട് കോടതി മുറികൾ നിലവിൽ വന്നത് എവിടെ? എ ഡൽഹി, ബി ഉത്തർപ്രദേശ്, സി കേരള, ഡി മഹാരാഷ്ട്ര. കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എല്ലാവരും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കിനി കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം, കൊച്ചി, കൊല്ലം, കോഴിക്കോട്. സി കൊല്ലമാണ് ആൻസർ. അടുത്ത ചോദ്യം, 2021 പത്മശ്രീ ലഭിച്ച സസ്യശാസ്ത്രജ്ഞൻ ആര്? എ കെ എസ് മണിലാൽ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ ടാലന്റ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലുകളിലും ടാലന്റ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. വീണ്ടും വേറൊരു കറണ്ട് അഫയേഴ്സ് സെഷനുമായി കാണാം.